ഞാൻ എവിടെയെങ്കിലും പോകട്ടെ, ഞാൻ പോരും. ഞാൻ എവിടെ പോകണമെന്ന് അറിഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഇതാക്കാനാണോ? മനസ്സിലാണ്ട് പ്രായം പറഞ്ഞത് ഇപ്പൊ മനസ്സിലാക്കണം. ഡോട്ട് അത് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു വെച്ചേ. ആരാടി? ആര്? ആണോ? ഇപ്പോഴുള്ള ആൾക്കാരെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗുരുവിൻ്റെ ആശയമൊക്കെ കളഞ്ഞില്ലേ, ഇപ്പം നിങ്ങളുടേതായ ആവശ്യമല്ലേ എന്നും പറഞ്ഞാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പം നമുക്കെന്ത് പറയാൻ പറ്റും? ഗുരുവിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് മാറിയാണ് നമ്മൾ ചിന്തിക്കണല്ലോ. പൊതുജനത്തിന്റെ കാര്യം പറയുന്നത് നമ്മളാണ് അത് ചെയ്യേണ്ടത്. അല്ല, പല മാറ്റങ്ങളും കാര്യങ്ങളും വരും. പക്ഷെ അവർ കണ്ടു വളർന്ന സിസ്റ്റം അല്ല ഇപ്പം. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നുള്ള അല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നുള്ള രീതിയിലാണ് ആൾക്കാരെ മനോഭാവം. തല്ലിപ്പഴിപ്പിക്കാൻ പറ്റൂല. അല്ല, വേറെ കാര്യമുണ്ട്. നമ്മുടെ പ്രസ്ഥാനം മറ്റുള്ള പ്രസ്ഥാനം പോലെയല്ല. അമൃതാനന്ദ മഠം, സായിബാബ മഠം അതുപോലെയല്ല, ഹൈന്ദവ പ്രസ്ഥാനമല്ല. നമ്മുടെ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുരു കൊണ്ടുവന്നെന്ന് വെച്ചൊരു ആശയം വളർത്തി കൊണ്ടുവന്നൊരു പരമ്പരയിൽ വെത്ത് പാകിയേക്കണേ. അതെന്ന് പറഞ്ഞാൽ പടന്ന് പന്തലിക്കാൻ വേണ്ടിയാണ്. അപ്പോഴെന്നോ രണ്ടു കൂട്ടർ, എൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും തെറ്റുപറ്റിപ്പോയി. ആശ്രമ പഠനാധികാരികൾക്കും തെറ്റുപറ്റിപ്പോയി, വിശ്വാസികൾക്കും തെറ്റുപറ്റിപ്പോയി. സദ്വേഷണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അശോകൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ശാന്തിരി ആശ്രമത്തിൽ ഗുരുവോടൊക്കെ ഉണ്ടായിരുന്ന നന്മകളും ഇന്നത്തെ അമൃതാചാര്യ ഗുരുസ്വാമി ഇപ്പോഴത്തെ ആശ്രമത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ചുള്ള തിന്മകളും അതിൻ്റെ ദോഷവശങ്ങളും പറയുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയെ ഇന്നിപ്പോൾ അമൃതാചാര്യനെയും ഗുരുരത്നസ്വാമിക്കും വേണ്ടി ശ്രീജിത്ത് ആശാ ദമ്പതികൾ അവരുടെ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അതിന് വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ വീഡിയോയ്ക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഞാൻ തരുന്നതാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ആ വിഷയത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വിശദമായ ഒരു മറുപടി അതിന് തരുന്നതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കമൻറ്റ് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണിക്കാം, ഞാൻ വായിക്കുകയും കൂടി ചെയ്യാം. അവർ ആ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒളിക്യാമറയിൽ പകർത്തിയ ദുരൂഹമായ ആരോപണങ്ങളെന്നാണ്. ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന ഒരു ചാനലാണ് അവരുടെ. അപ്പോൾ അത് ചോദിച്ചിരിക്കുകയാണ് അതിലൊരു കമൻറ്റിൽ, എന്താണ് ഒളിക്യാമറയിൽ പകർത്തിയത്, ആരോപണങ്ങളാണോ എന്നൊരാൾ ചോദിച്ചപ്പോൾ ശ്രീത്തിൻ്റെ ഐ ഡിയിൽ നിന്നൊരു KS96 എന്ന് പറയുന്ന ഒരു ഐ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒളിക്യാമറയിൽ നല്ല കാര്യങ്ങൾ ഒന്നുമല്ലല്ലോ ആരും പകർത്തുന്നത്, പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണെന്നാണ് ശ്രീജിത്തിൻ്റെ ഒരു കമൻറ്റ്. അപ്പോൾ ആ ശ്രീജിത്തിൻ്റെ ഒരു കമൻറ്റിനെ ആസ്പദമാക്കിയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഒരു ആദ്യം പറയുന്നൊരു കുറച്ച് കാര്യങ്ങളാണ്. വിശദമായ ശ്രീജിത്തിനുള്ള ആ മറുപടി, ആ വീഡിയോക്കുള്ള മറുപടി പിന്നീട് തരുന്നതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ആമുഖം പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ഞാൻ ശാന്തിരി ആശ്രമത്തിൻ്റെ സെക്യൂരിറ്റി മാനേജറായിരുന്ന സമയത്ത് ശാന്തിരി ആശ്രമത്തിൽ കണ്ട അപജയങ്ങളും ദുരൂഹമായ മരണങ്ങളും മയക്കുമരുന്നുകളും ഇവരുടെ പല കാര്യങ്ങളും, ഗുരുരത്നസ്വാമിയുടെ അമൃതാചാര്യൻ്റെ പല കാര്യങ്ങളും, അതിനെയൊക്കെ വിശദമായിട്ട് ഞാൻ അന്ന് 18/6/2016 ബഹുമാനപ്പെട്ട കേരള DGPക്ക് ഒരു പരാതി കൊടുത്തു. മറ്റൊരുത്തൻ്റെ ഭാര്യയെ അവിടെ കുടുംബകലം ഉണ്ടാക്കിയിട്ട് അമൃതാചാര്യന് വേറൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. എന്നുവെച്ചാൽ അവരുടെ കുടുംബ ബന്ധങ്ങൾ, ഈ ആരെങ്കിലുമൊക്കെ എതിരായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ കുടുംബ ബന്ധങ്ങളെ തകർത്തു കൊടുക്കും. അപ്പോൾ അതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ എല്ലാം എൻ്റെ പരാതിയിലുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട കേരള DGP കൊടുത്ത പരാതിയിൽ നേരിട്ട് കണ്ട് കൊടുത്താണ് അദ്ദേഹത്തിന്. അപ്പോൾ ആ പരാതി കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ വരികയും, അതാണ് ഞാനിന്നിവിടെ ആ വീഡിയോയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇതിൻ്റെ അന്വേഷണാത്മകമായിട്ട് പലരെയും കാണാൻ പോവുകയുണ്ടായി. ഈ പ്രസ്ഥാനത്തിൽ നന്നേ ചെറുപ്പത്തിലേ വന്ന് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ ഗുരുവിൻ്റെ ദേഹവിയോഗം കഴിഞ്ഞപ്പോൾ പ്രസ്ഥാനത്തിൽ എന്തൊക്കെയോ അപജയങ്ങൾ വന്നതും പ്രസ്ഥാനം ദുരൂഹമായ സാഹചര്യത്തിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് മനസ്സിലാക്കിയെങ്കിലും ഇതിന് യഥാർത്ഥ കാതലായ വശം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ സെക്യൂരിറ്റി മാനേജറായിട്ട് വന്നപ്പോഴാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ ഒട്ടനവധി ആൾക്കാരെ ഞാൻ പോയി കണ്ട് മീറ്റിംഗ് കൂടി അവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിച്ച്
അറിവുകൾ സമ്പാദിച്ച്, രേഖകൾ സമ്പാദിച്ച്, ഗുരുവിൻ്റെ ഗുരുവാണികളും ഗുരുവിൻ്റെ ഫോട്ടോസും ഗുരുവിൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ ആ കാലഘട്ടത്തിലാണ് എന്താ പറയുക ശേഖരിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ റെക്കോർഡ്സ് ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ വീഡിയോ റെക്കോർഡ്സ്. കാരണം വെച്ചാൽ ഈ DGPക്ക് പരാതി കൊടുത്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പേരിലൊരു ഭീഷണി. അതിനു മുമ്പ് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതാൻ തുടങ്ങി. ഇവിടെ കണ്ട അപജയങ്ങളും ഇവിടുത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും രാജ്യദ്രോഹ കുറ്റങ്ങളും അങ്ങനെ ഒട്ടനവധി ഘടകങ്ങളെ ആസ്പദമാക്കിയുള്ളൊരു പരാതിയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ പരാതി കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ മൊറോക്ക എന്ന് പറയുന്ന ഒരാൾ എൻ്റെ വീട്ടിൽ വരുന്നത്. അവൻ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഗുരുരത്നൻ്റെ അടുത്തൊരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ അവൻ എന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ്. കാരണം അവർക്ക് എന്നെ ഒരു സംശയം അപ്പോഴേ വന്നു കഴിഞ്ഞു. അപ്പോൾ ഗുരുരത്നസ്വാമി പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഇവൻ വരുന്നത് എനിക്ക് മനസ്സിലായി. ഈ വരവിൻ്റെ ഉദ്ദേശം, അവൻ എന്താണ് പറയുന്നത്, അവൻ എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് പറയാം. അതെല്ലാം ഒരു വീഡിയോയിലായിട്ട് ഈ പറയുന്ന 27/6/2016 റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ഞാൻ കാണിക്കുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ബംഗാരപ്പ സതീശൻ എന്ന് പറയുന്ന അദ്ദേഹത്തേക്ക് ആശ്രമത്തിൽ നിന്ന് പുറത്താക്കിയത് കണ്ടു വളർന്നതാണ് ഞാനിവിടെ 2003 നിൽക്കാനും 2003 എൻ്റെ വിവാഹം, 2004-2005 കാലഘട്ടത്തിലാണ് ഞാനിവിടെ നിൽക്കാൻ വരുന്നത്. ആ സമയത്ത് ഞാൻ നിൽക്കാൻ വരുന്ന സമയത്താണ് നമ്മുടെ ആയുർവേദത്തിലെ ഗോവിന്ദൻ്റെ മകളെ ഒരു പയ്യൻ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. അന്നുണ്ടായേക്കണ കോലാഹലങ്ങൾ, അന്നാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ സന്യാസ സംഘത്തിലേക്ക് ഇത്രയും അധികാരം പിടിക്കാൻ വേണ്ടി ഗൃഹസ്ഥ ചവിട്ടി അരക്കുന്നത് കണ്ടു വളർന്ന മനുഷ്യനാണ് ഞാൻ. മനസ്സിലായി? അപ്പോൾ അന്ന് ഈ പറയുന്ന സതീശൻ എന്ന് പറയുന്ന ബംഗാരപ്പ ഇവളുടെയും കളിയാണ് ഇതെല്ലാം പിന്നിലെന്ന് പറഞ്ഞു. കാരണം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ഒരാഴ്ചയിൽ മേലാണ് ഓരോരുത്തരെ ഇവിടെ ഭക്ഷണം പോലും കഴിക്കാതെ മീറ്റിംഗ് നടത്തിയത്. അതിനുശേഷം ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തോരം ആൾക്കാരാണ് ഇവർ സ്വാർത്ഥ താല്പര്യപരമായിട്ട് ഉപയോഗിച്ചേക്കണമെന്ന് മനസ്സിലാവും. അത്രയും പാതകങ്ങൾ ഇവർ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ അധികാരം പിടിക്കാൻ വേണ്ടി എല്ലാവരെയും ചവിട്ടി അരക്കുന്ന രീതിയിൽ അന്ന് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അന്ന് വരെ ഞാൻ കാണാത്തൊരു ആശ്രമത്തിനാണ് പിന്നീട് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നും ഞാൻ പഠിച്ചിരിക്കുകയും 2015-16 ആയപ്പോഴാണ് ഞാൻ ഈ അമൃതാജിനിയുടെ കള്ളത്തരം മൊത്തം പഠിച്ചത്. അമൃതാജിനിയാണ് ഈ ഗുരുരത്നസ്വാമി, അവർ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ്. എല്ലാവരും ധരിക്കുന്നത് ആ ഗുരുരത്നസ്വാമിയുടെ ക്രിമിനൽ ആക്ടിവിറ്റിയാണെന്ന്. അങ്ങനെയല്ല, അമൃതാജിനിയാണ് ഇതിൻ്റെ മൂല കാരണം. അവർ എന്താണ് ഗുരുവാസ്മി എന്നും പറഞ്ഞ് കയറിയിരിക്കുന്നതാണ് ആ പ്രസ്ഥാനത്ത്. ഞാനാണ് ഗുരു എന്ന് വെച്ചാൽ സത്യത്രമന് പറ്റിയ തെറ്റെന്താണോ ആ തെറ്റാണ് ഈ പരമ്പരയിൽ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തെറ്റിനെ ഉടപിടിക്കുന്ന രീതിയിൽ ഗുരുവെന്ന ചമഞ്ഞിരിക്കുന്ന അവർ കാണിച്ചു കൂട്ടുന്ന അവർക്ക് വേണ്ടി ഈ ഗുരുരത്നൻ തുടങ്ങി വെച്ച കാര്യങ്ങളാണ് പിന്നീട് ഇവൻ്റെ സ്വാർത്ഥ താല്പര്യപരമായ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഗുരുരത്നൻ്റെ. അപ്പോൾ ഈ വീഡിയോ ഞാനൊന്ന് കാണിക്കുക. കാരണം വേറെ ഒന്നുമില്ല, അതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരേതായാലും പറഞ്ഞില്ലേ മോശമായ കാര്യങ്ങളാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ മോശമായ കാര്യങ്ങളല്ല, യാഥാർത്ഥ്യമായിട്ട് എന്താണ് പരമ്പരക്ക് സംഭവിച്ചതെന്നുള്ള എൻ്റെ അന്വേഷണാത്മകമായി പോയി ഞാൻ സംസാരിച്ച കാര്യങ്ങളാണ്. അത് ഇനി A to Z കാര്യങ്ങൾ ഞാൻ വീഡിയോ രൂപത്തിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. കാരണം ഓരോ വശങ്ങളും നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിന് വേണ്ടിയാണ്. കാരണം ഈ പ്രസ്ഥാനത്തെ ഗുരു നല്ലൊരു ആശയത്തെ, നല്ലൊരു പരമ്പരയെ കൊണ്ടുപോകുന്നത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ അമൃതാജിനിയും ഗുരുരത്നസ്വാമി അവരുടെ സ്വന്തം സ്വജനപക്ഷപാതത്തിന് വേണ്ടി ആശ്രമത്തെ കൈയടക്കി ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനെ എങ്ങനെ ഉപയോഗിക്കാം, കോടാനുകോടി രൂപ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ എല്ലാവരും സ്വന്തമാക്കാം, എങ്ങനെയാണ് ഇതെല്ലാം നശിപ്പിക്കേണ്ടതെന്നുള്ളതിന് ഉള്ള ആ ഒരു കാര്യത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനേക്ക് വേണ്ടി എന്നുവെച്ചാൽ എന്ത് ചെയ്ത് അധികാരം നിലനിർത്തുക, എന്ത് കൊള്ളരുതായ്മ ചെയ്തു. അതുകൊണ്ടാണ് ഈ മന്ത്രിമാരെയും ഇവരുടെ പേരിൽ അന്വേഷണം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രിമാരെയും ഗവർണർമാരെയും ഒരുപാട് ആൾക്കാർ ഇവിടെ ആശ്രമത്തിൽ കൊണ്ടുവരുന്നത്. ഇപ്പം മനസ്സിലായ ഈ സുജിത്തിനെ തന്നെ പറ്റിച്ചെങ്ങനെയാണ് മദ്യക്കേസിൽ പറഞ്ഞ് പറ്റിച്ചതെന്ന് പറഞ്ഞാൽ അവൻ്റെ നിന്ന് പണം 70 ലക്ഷം കടം മേടിച്ചിട്ട് ഇവർ പറഞ്ഞെന്താണ് മന്ത്രിമാരുമായിട്ടും മറ്റുള്ളവർക്കും നമുക്ക് അടുത്ത ബന്ധമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ പണി മേടിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നടന്നില്ല. സുജിത്ത് എന്താ പറയുക, പോകേണ്ട രീതിയിൽ പോവുകയും കാണേണ്ട രീതിയിൽ കാണുകയും ഇടപെട്ട് കഴിഞ്ഞപ്പോൾ കോടതി കേസ് കൊടുക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ സുജിത്തിന് 70 ലക്ഷം കൊടുക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? പറ്റിക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരെ പറ്റിക്കും പോലെ സുജിത്തിനെ പറ്റിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും മറ്റേ വീഡിയോ പഠിച്ചതിന് ശേഷം ശ്രീജിത്ത് ആശാ ദമ്പതിമാർക്ക് കൃത്യമായിട്ട് മറുപടി ഉണ്ടാവും. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ പോരും. ഞാൻ എവിടെ പോകണമെന്ന് അറിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇതാക്കാനാണോ?
മനസ്സിലാണ്ട് പ്രായം പറഞ്ഞത് ഇപ്പൊ മനസ്സിലാക്കണം. ഡോട്ട് ബാബോ അത് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു വെച്ചേ. ആ ആരാടി ആര് ആണോ? ആരണ്ടാണ്? കേറിയാടാ കേറിയ എന്താ പറ? ആ അഖിലേ എന്താ പറഞ്ഞ? ഹലോ എത്തിയാ പ്രതിയാണോ? വിളിച്ചാ? ആ ഒന്ന് വിളിച്ചു. ശരി. നല്ല വെയിലവിടെ വെയിലൊന്നും എന്താ പറഞ്ഞു? കൊച്ചിൻ്റെ ചോറ് കൊടുക്കണ ചോറ് കൊടുക്കുന്നല്ല നൂല് കിട്ടുന്നോ? 90 കൊണ്ടുവന്നില്ല കൊച്ചിനെ? നീ പോറ്റൊക്കെ വന്നു? നീ രണ്ടും മാത്രം വന്നല്ലോ? ഓ അവരായിട്ടാണോ? പിന്നെ എന്ത് ചെയ്യണം അല്ലേ? എഞ്ചിനീയറിങ് എവിടെ? ആ അവിടെ ഷീറ്റ് അടി ഭയങ്കര ചോർച്ച. ഓട് മാറ്റി തൽക്കാലം അങ്ങനെ മതിയെന്ന് വിചാരിച്ചു. അല്ല അത് വാർക്കാനായിട്ട് ഞാൻ ആലോചിക്കുന്നത്. ബീം കൊടുത്തിട്ടേ ബീം മറ്റേ ഫില്ലർ കൊടുത്തിട്ട് വാർക്കല്ലോ. ഫ്രണ്ടിലേക്കൊരു 4 ഫില്ലർ കൊടുക്കുക, ബാക്കിലൊരു 4 ഫില്ലർ കൊടുത്തിട്ടെ അതുമേലായിട്ട് കൊണ്ട് കണക്ട് ചെയ്താൽ മതിയല്ലോ. തൽക്കാലം പോകില്ല എന്ന് കണ്ടുകൊണ്ടാണ്. ഓട് ഭയങ്കരമായിട്ടേ ചോർച്ച. താൽക്കാലികമായിട്ട് പെട്ടെന്ന് ചെയ്തില്ലായിരുന്നല്ലേ? അതുകൊണ്ട് 8 വർഷമായില്ലേ ഇത്? ആയിക്കൊള്ളേ 10 വർഷം അടുത്തോളം. സച്ചിതാ വാ. അതാകുമ്പോൾ സുഖമല്ലേ, എവിടെ എടുത്ത് അതിലെവിടെ ഇറങ്ങിയാൽ പോകാൻ. വളക്കാനും പിടിക്കാനും നിൽക്കണ്ടോ? ഇല്ല ഇനിയൊരു 1.5 വർഷം. മൈലേജ് ഒന്നും നോക്കാറില്ല ഇവിടെ. ഈ ചെറിയ ഓട്ടോ ഇറങ്ങി നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. നല്ല 20 കിട്ടുന്നത് പ്രതീക്ഷിക്കും. ആ പുതിയ ഇപ്പം 3.5 വർഷമായി. ആ ടയറാണ് മാറാറായി. 40 കിലോമീറ്റർ ആറായി. 40,000. 10,000 ഓടുവോ? സംശയം. ഇടാ ആ കൊച്ചണ്ട 5,000 കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എത്രയാണ് പറയുന്നത്? 35 പറയുന്നത്. പുതിയ സൈഡ് കട്ടയുള്ള സെൻറ്ററിലില്ല. ചൂടായി പെട്ടെന്ന് തീർന്നു അല്ലേ? നിന്റെ ഇപ്പം എത്രയാണ്? എത്ര കിലോമീറ്ററായി? ഇത് 17. 17,000. എത്ര ഓടിയുള്ള? ഇപ്പോൾ ഓട്ടം കുറവാണ്. ഇപ്പോൾ 1 വർഷം പോലെ ഓട്ടം ഇല്ലല്ലോ. നീ വീട്ടിൽ കൊണ്ടിട്ടേക്കുന്നതാണ്? കടയായതിനു ശേഷം. കടയിൽ കൊണ്ടുപോകില്ലേ? വീട്ടിലിട്ട് ബൈക്കിന് പോകും. അടുത്തല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കണമെങ്കിൽ മഴയെ കാണുമെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ.
കടയില്ലെങ്കിൽ ഇതിപ്പോൾ ഒരു വർഷം വലിയ ഓട്ടം കിട്ടുന്നില്ല. കടയിലായതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വലിയ ഇതൊന്നും പോലല്ലോ. ഇനി ഇവിടെ മാത്രമല്ലേ വരുന്നുള്ളല്ലേ ആശ്രമത്തിന്. ആശ്രമത്തിൽ ഒരു പിന്നെ ഇനി ഇരിക്കുമ്പോൾ നല്ലൊരിതൊക്കെ പോകും. ഇറങ്ങാൻ പോകാറുണ്ടോ? ഇടയ്ക്കൊക്കെ പോകാൻ. ഇപ്പോൾ നാളെ കല്യാണം. നാളെ നമ്മളെ കല്യാണം ഇവിടെ ഉണ്ടോ? അതാണോ? ഇല്ല, അവൻ പോയിട്ടുണ്ട്. വരുമായിരിക്കും, രാത്രി എത്തുമായിരിക്കും. രാത്രി എത്തണം. നാളെ എത്ര മണിയാണ്? 3 കല്യാണം ഉണ്ട്. ഇത് ഈ മരങ്ങളൊക്കെ ഒന്നും നല്ല തണുപ്പുണ്ടല്ലോ. ഏതാണ്? ഈ മാവൊക്കെ ഒന്നുണ്ട്. അതോ ഈ ഷെഡ് അടിച്ച് തന്നെയാണ്? ആയിരിക്കും. മരങ്ങളൊക്കെ ഞാൻ മുറിച്ചോളയല്ലേ. അങ്ങോട്ടൊക്കെ ഉള്ള കുറച്ച് റബ്ബറല്ലേ? റബ്ബറെല്ലാം മുറിച്ചു. അതെന്ത്? വീട് വെക്കാൻ നോക്കണമെങ്കിൽ റബ്ബർ കൊടുത്തല്ല? റബ്ബർ കൊടുത്തതാണോ? അത് റബ്ബർ കൊടുത്തതാണ്. 2 വീട് വെക്കാനുള്ള പറ്റൂല. അപ്പുറത്തും വെക്കാമല്ലോ. ഇതാ ബാത്റൂം ഇരിക്കണം. ഇവിടെ ഒരെണ്ണം വെക്കണം, ഇവിടെ ഒരെണ്ണം വെക്കണം. അതിനുള്ള സെറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു. അതിനല്ലേ ആദ്യം ചെറുതൊരെണ്ണം വെക്കാമെന്ന് ചോദിച്ചു അവിടെ. ആ ആ അവർക്ക് സന്തോഷമായാലും കൂട്ടുകാരെ കിട്ടിയല്ലേ, ടീച്ചർമാരെയും. ഇപ്പൊ പണി തുടങ്ങിയോളൂ. ഇന്നിപ്പോൾ കട തുറക്കൂലേ? അതെ, പയ്യെ പിക്നിക്കിന്. ഇന്നില്ലല്ലേ? ഞായറാഴ്ച മിക്കോടെ വന്നാ എല്ലാം പോയി. അതെല്ലാം പാമ്പ് ശല്യം. ഇതെന്തോ ഈ ഇരിക്കുന്നത് ബോറോ? എന്തുമ്പോൾ അത് അകത്തിരുന്ന് വെച്ചത് തറയില്ലേ കട്ടിലിന് മാറിയിട്ടിരുന്നു. അത് കംപ്ലീറ്റ് മറ്റേ ഇതായി മറ്റേ കുത്തിപ്പോയി. പ്ലൈവുഡായിരുന്നു. ഊണ് കഴിച്ചു. അവിടെ സ്പ്രേ കാരണം മറ്റേ ഇവിടെ നിന്ന് മേടിച്ചു. കാട്ടിൽ ആ കാട്ടിലാട്ടൊന്നും കേട്ടല്ലേ? അതേ രണ്ടും വിനോദന്റെ പോകും. അപ്പുറം ഞായറാഴ്ച കൊണ്ടൊന്ന് പോകണം. അവധിയല്ലേ? ഞായറാഴ്ച ഓഫല്ലേ? നിങ്ങൾക്ക് ഓഫാണോ? അതോ നമുക്കങ്ങനെ ഓഫൊന്നുമില്ല. അച്ഛനുണ്ടോ ഇവിടെ? അറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചില്ല. നീ തിരക്കില്ലേ? അത് വിളിക്കാൻ ചോദിക്കാൻ പറ്റില്ലായിരുന്നു. എവിടെ ഉണ്ടെന്ന് ഇന്ന് പ്രോഗ്രാം ഒന്നും കാണൂല്ലേ? ഇവിടെ കാണാ എന്ന് ഇന്നലെ ഡൽഹിയിലായിരുന്നു. ആണോ? എത്തുമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നെത്തുമെന്നോ? അങ്ങനെയുണ്ട് പ്രവർത്തനമൊക്കെ അവിടെ? അവിടെ പ്രവർത്തനം കൊട്ടാരക്കരയില്ലേ, ഭയങ്കര മോശം. ആളില്ല, ബാക്കി കുഴപ്പമൊന്നുമില്ല. ആളില്ലാത്ത പോകാനായിട്ട് ആളില്ലേ? അതില്ല, ആരോഗ്യം അവിടെ പ്രാർത്ഥിക്കാനില്ല, അവിടെ സാമ്പത്തികത്തിന് ഒരാളില്ല, സാമ്പത്തികമില്ല, എല്ലാം കൂടെ കുഴഞ്ഞ് പറഞ്ഞിപ്പം ആകെ വിഷയമാകും. പിന്നെ സ്വാമിയൊക്കെ പറഞ്ഞിട്ട് താക്കോല് കൊണ്ടുവന്ന് ചെഞ്ഞിടെ കൊടുക്കണമെന്നൊക്കെ പറയല്ലേ. സായുജ്യ സ്വാമി ഇടയ്ക്ക് വെച്ച് താക്കോല് കൊണ്ടുവന്ന് ചെഞ്ഞിടെ കൊടുക്കാൻ ഒരുങ്ങിയതാണ് കൂട്ടി. ആള് വരുന്നില്ല. അവിടെ വിശ്വാസികളല്ലേ? വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? വരുന്ന കുറച്ച് പേരുണ്ട്, ബാക്കി ആരും വരുന്നത് എല്ലാവരും പിന്നെ കുംഭമേള പൗർണമിയുടെ അന്ന് ഇങ്ങോട്ട് വരും. എടുക്കുന്ന സമയത്ത് വരും, ദീപം അങ്ങോട്ട് എടുത്ത് ഇറക്കും, പിന്നെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അന്നേരം സ്ഥലം വരും. പിന്നെ അടുത്ത പൗർണമിക്ക് കാണത്തുള്ളൂ. ദൈനംദിന ചെലവുകളൊക്കെ അവിടെ വല്ല ബിസിനസ് ഒരു ഇല്ല. അവിടെ ഉള്ളവർ കഴിക്കുന്നുണ്ടോ, തിന്നുന്നുണ്ടോ, പശുവുണ്ട്, ഒരു ബ്രഹ്മചാരിയുണ്ട്, ഒരു സ്വാമിയുണ്ട്, പിന്നെ കുറച്ച് 2-3 പേരുണ്ട്. അവരൊക്കെ പട്ടിണിയാണോ കിട്ടിണിയാണോ എന്നൊന്നും ആരും വരുന്ന കുറച്ച് 10-20 വീടുണ്ട്. അവർ തന്നെ എന്നും വരുന്നുണ്ട്. കൊല്ലത്തെ ആൾക്കാരൊന്നും വരില്ലേ? കൊല്ലത്തുനിന്നും എല്ലായിടത്തും 2 ജന്നി അന്ന് പോയപ്പോൾ കേണ അഭിനയിച്ചിട്ടാണ് പോയത്. ഗുരു വന്ന് പിന്നെ 5 കുടുംബം വന്ന് കർമ്മം ചെയ്തിട്ട് പോകും. അവിടെ വന്ന്
ഡെയിലി 100-300 കുടുംബമുണ്ട് മൊത്തത്തിൽ കൊല്ലം ജില്ല കംപ്ലീറ്റ് എടുക്കും. 5 പേര് വന്നാൽ 5 പേര് വന്നാൽ മതി. അപ്പോൾ ഒരു വർഷത്തിലേ ഒരു കുടുംബം വരുന്നുള്ളൂ. അല്ല, ഒരു ഇങ്ങനെ കറങ്ങി വരാം. 310 പോട്ടെ, ഒരു 200 കുടുംബം 300 കുടുംബം കളഞ്ഞേരെ, അത് നോക്കണ്ട. 200 കുടുംബം എന്തായാലും നല്ല വിശ്വാസികളാണ്. അവർ വന്നാൽ മതിയല്ലോ. അവർ വന്നാലും മതി. 5 പേര് വെച്ച് 5 പേര് വെച്ച് ഒരു കുടുംബത്തിന് കൊല്ലത്തിന് 3 പേരും, കൊട്ടാരക്കര 2 പേരും, അങ്ങനെ ഒരു 10 ദിവസം മുമ്പ് 50 പേരാ. 50 കുടുംബം. അപ്പോൾ ഒരു മാസം 150. ഒരു 2-3 മാസം കഴിഞ്ഞ് പിന്നെ അടുത്ത് വരത്തുള്ളൂ. 4 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഒരു കുടുംബത്തിന് വരത്തുള്ളൂ. അതിനുപോലും പറ്റൂല. അതിനുപോലും വരാൻ പറ്റും. അന്തേവാസികളായിട്ട് ആരും ഇല്ലേ? അന്തേവാസികളായിട്ട് പറഞ്ഞ സ്വാമി 2-3 പിള്ളേരും ബ്രഹ്മചാരിയും പിന്നെ 5-6 പശുക്കളും മാത്രമുണ്ട്. എന്തോ ചെയ്യും. ദുരിതമെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ആർക്കും വയ്യേ, ആർക്കും അവരുടെ കാര്യങ്ങൾ നടന്നാൽ മതി. ഞാൻ പറയുന്നതല്ലേ, ഞാൻ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഇവിടെയും കറ്റരുത്. ശിശുവിൻ്റെ കട ഓടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും, മോൻ്റെ കല്യാണം, മോളെ കല്യാണം, പഠിത്തം, മറ്റേത് മറിച്ചതെല്ലാം ചോദിക്കാൻ വരുമ്പോൾ ഇവിടെ കയറ്റരുത്. വേറെ ഒന്നും പറയാനില്ല. അവർക്ക് പോട്ടെ, ഗുരുവിൻ്റെ ആശ എടുക്കാൻ കളയഞ്ഞ് പോകുന്നവരങ്ങനെ പോട്ടെ, അവർക്ക് പിന്നെ അങ്ങനെയുള്ളവർ മതി. ഇപ്പോൾ ഇവിടെ അടുത്ത് നിന്നവർ എത്ര പേര് പോയി? ഇപ്പം ഞാൻ നിൽക്കുമെന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പുണ്ടോ? ഇപ്പോൾ ആർക്കും ഉറപ്പൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ഒരു ഇതാണ്. ഗുരുവിനോട് എത്രയോ അടുത്ത് അങ്ങനെയുള്ള രീതിയായി പോയി. എല്ലാവർക്കും വരണം, കാര്യങ്ങൾ അറിയണം. അവരുടെ കാര്യങ്ങൾ ഇന്നില്ലെങ്കിൽ നാളെ, ഇന്ന് തന്നെ അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ പോയി പിന്നെ പറയാതിരിക്കുന്നു. എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഇറങ്ങാമെങ്കിൽ പിന്നെ അവരെയും കൂടെ ചീത്ത പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറയാണ്. ഇവരാരും വരുത്തതുമില്ല, പ്രവർത്തിക്കത്തുമില്ല. പ്രവർത്തിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ മൊത്തവും മറ്റേ രീതിയിലുള്ള വർത്തമാനവും ഇതുമല്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാർ എന്താ. അല്ല, അവിടെ ഒരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഇല്ലേ? കമ്മിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം സ്ട്രോങ് ആണ്. പൈസ മുടക്കാളുണ്ട്, എല്ലാത്തിനും ഉണ്ട്. പക്ഷെ ആളുകളുണ്ടായോ? എല്ലാവരും ഒന്നും സഹകരിക്കണ്ട. ഇവർ പൈസ മുടക്കിയില്ലേലും വേണ്ടില്ല, എങ്കിൽ നമുക്ക് ചെയ്യാം, കൂടെ നിന്ന് നമുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ചെയ്യിക്കാനുള്ള ഇതുണ്ടെങ്കിലല്ലേ അതിനുള്ള ഇത് കിട്ടുള്ളൂ. എന്നും കൊണ്ട് പോരാൻ ചെയ്യാൻ പറ്റുമോ? ചേരിപ്പോരാണല്ലെങ്കിൽ ചേരിപ്പോരുണ്ട്. കൊല്ലത്താശം വരാത്തതിൻ്റെ ഒരു കലിപ്പുണ്ട്. അതുണ്ട്. ആരും പ്രതീക്ഷിക്കാതല്ലേ കൊല്ലത്ത് അല്ലെ കൊട്ടാരക്കര ആശം വരുന്നത്. കാരണം കൊല്ലത്ത് വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ആശ്രമവും കാര്യങ്ങളും എല്ലാവരും അവിടെ ആയിരുന്നല്ലോ. ഒന്നുമില്ല, ദീപമൊന്നും ഇല്ലല്ലോ. അവിടെ ഗുരു വന്നതായതുകൊണ്ട് അന്ന് ഉടനെ കൊല്ലം ആശ്രമം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതും അതങ്ങനെ തന്നെ നിൽക്കുന്നത്. ആ സ്ഥലമുണ്ട്, ഇപ്പോഴും സ്ഥലമുണ്ട്. അത് പോവുക സ്ഥലം. ഹൈവേ വന്നാലും ശകലേക്കേ പോകത്തുള്ളൂ, ബാക്കി ഉണ്ടാവൂലേ? അവിടെ എത്രയുണ്ട്? 50 സെന്റാ? അവിടെ 50 അവിടെ 10 സെന്റേ ഉള്ളൂ. ഹൈവേ വന്നു കഴിഞ്ഞാൽ മറ്റേ ഇതല്ലേ പോവുള്ളൂ, നമ്മുടെ മറ്റേ വൈദ്യശാലയിലേ പോകുള്ളൂ, അല്ലാതെ ആശ്രമം പോവില്ലല്ലോ. ആ ഒരു ചിലപ്പോൾ ഒരു കട, അതും പോകാൻ സാധ്യത കുറവാണ്. അവിടെ ഇച്ചിരി വീതിയിൽ കിടക്കുക. അല്ല, അവിടെ നന്നായിട്ടൊന്ന് പണിത് കൊടുത്തെങ്കിൽ കൊള്ളായിരുന്നു. കുറേ സ്ഥലം വാങ്ങിച്ച് എടുത്ത കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു. കാരണം ചില ആൾക്കാർക്ക് അവിടെ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ള. ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ആരാധനയും കാര്യങ്ങളും എല്ലാം ആശ്രമത്തിന്റെ ഒരു രീതിയിൽ പോകുന്ന ഇതല്ലേ. മറ്റേന്ന് പറഞ്ഞാൽ ആശ്രമമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെന്നല്ലേ അവർ കണക്ക് കൂട്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് കണക്ക് കൊടുക്കും. പിന്നെ എന്തൊരു വിശ്വാസികള് വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ ഒരു സംഭവം കിടന്നിട്ട് അതിനെ ശ്രദ്ധിക്കാൻ ആളില്ല. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുവിന്റെ എത്രയോ ജന്മത്തെ കർമ്മഫലവും ഗുരു ജനിച്ച് വളർന്ന സ്ഥലങ്ങളൊക്കെ ആണല്ലോ ആശ്രമങ്ങളായിട്ടും മറ്റൊക്കെ വരുന്നത്. അതൊന്നും നമ്മൾ നിശ്ചയിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഇപ്പം ഞങ്ങൾക്കൊക്കെ ആദ്യം പിന്നെ ഒരു പ്രത്യേക വിഷയം എന്ന് പറഞ്ഞാൽ കായലിൽ ഒരു കുറച്ച് വസ്തു ഉണ്ടായിരുന്നു. 13 ഏക്കറോളം പുരയിടമുണ്ട് കായൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരെയൊക്കെ വീടില്ല, നമ്മുടെ കൃഷ്ണകുമാറിൻ്റെയൊക്കെ കൃഷ്ണകുമാർ ആ ഏരിയയിൽ കുറെ ആൾ വിശ്വാസികൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആശ്രമം കുറെ കിടക്കണം, 3-3.5 ഏക്കർ സ്ഥലം കൃഷ്ണകുമാറിൻ്റെ ഏരിയ കൂടി. അത് അവിടുന്ന് 4 കിലോമീറ്റർ കൃഷ്ണകുമാറിൻ്റെ ആ ഏരിയ അല്ല. പക്ഷെ അവിടെ ഒരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾ ആശ്രമം ഭാവിയിൽ അവിടെ വരും, അവിടെ വരുമെന്നൊരു എല്ലാവരും ഒരു ആശ്രമം അവിടെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വന്നില്ല. ഹലോ, താടമറിച്ചില്ലേ വന്നത്. അപ്പം എന്ത് ചെയ്യും? വേറെ സ്പോട്ട് എവിടെയാണ് പറഞ്ഞു?
ശരി. അല്ല, കൃഷ്ണകുമാറിന്റെ വസ്തു കിടക്കുന്ന സ്ഥലമല്ലേ ഇപ്പം 3 ഏക്കർ കിടക്കുന്ന? അല്ല, അവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാ മാറ്റിയത്. അതുകൊണ്ട് അവരും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരും കുറെ സമർപ്പിച്ചിട്ടില്ലേ? 70 സെന്റ്. കൃഷ്ണകുമാറിന്റെ മാത്രമല്ല ചേട്ടൻ്റെ ഉണ്ടോ? ചേട്ടൻ്റെ കൂടെ എൻ്റെ ഒരു സഹോദരിയാണ്. എന്തോ ചെയ്യാൻ ആൾക്കാർക്കൊന്നും ആരും പഴയ ഇതൊക്കെ മാറിപ്പോകുന്നുണ്ട്. ആശ്രമത്തിന്റെ കണ്ണൂർ കാസർഗോഡൊക്കെ സംബന്ധിച്ചിടത്തോളം ആശ്രമത്തിലൊക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങളും ആൾക്കാരെല്ലാം ഒരുമിച്ച് ഒരേ കെട്ടായിട്ടാണ് നയിക്കുന്നത്. ആ ഒരു ഒത്തൊരുമ ഇങ്ങോട്ട് കിട്ടുന്നില്ല. എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒത്തു ഇണങ്ങി ഒരു നല്ല. അതെ, വേറൊന്നും കൊണ്ടല്ല, ആശ്രമത്തിനോടുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ മാറിപ്പോയി. പണ്ട് നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ ആശ്രമം എന്ന് മാറിയിട്ട് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരൊക്കെ തൊഴിലാളികൾ, ജോലിക്കാർ എന്നുള്ളൊരു മാനസികാവസ്ഥയിലായി. അതിന് നമ്മുടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഗുരുവിന്റെ വാക്ക് അനുസരിക്കാൻ പിന്നെ തയ്യാറാവാത്ത ഒരു 50 വർഷം അല്ല, ഇന്ന് അതല്ല വർഷമായിട്ട് വന്നെന്നുള്ള കാര്യമുണ്ടോ? അല്ല, 50 വർഷമായിട്ട് വന്നതല്ല. ഗുരുവിന് ഇപ്പം ഉള്ള ആൾക്കാരെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗുരുവിൻ്റെ ആശയമൊക്കെ കളഞ്ഞില്ലേ, ഇപ്പം നിങ്ങളുടേതായ ആവശ്യമല്ലേ എന്നും പറഞ്ഞാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പം നമുക്കെന്ത് പറയാൻ പറ്റും? ഗുരുവിന്റെ കൺസെപ്റ്റ് ഇന്ന് മാറിയാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ ചിന്തിക്കണല്ലോ, പൊതുജനത്തിന്റെ കാര്യം പറയുന്നത്. നമ്മളാണ് അത് ചെയ്യേണ്ടത്. അല്ല, അങ്ങനെ ചിന്തിക്കുക. ഇപ്പം പ്രസ്ഥാനമാകുമ്പോൾ പല മാറ്റങ്ങളും കാര്യങ്ങളും വരും. പക്ഷെ അവർ കണ്ടു വളർന്ന ആ സിസ്റ്റം അല്ല ഇപ്പം. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നുള്ള അല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നുള്ള രീതിയിലാണ് ആൾക്കാരെ മനോഭാവം. തല്ലിപ്പഴിപ്പിക്കാൻ പറ്റൂല. അല്ല, വേറെ കാര്യമുണ്ട്. നമ്മുടെ പ്രസ്ഥാനം മറ്റുള്ള പ്രസ്ഥാനം പോലെയല്ല. അമൃതാനന്ദമയി മഠം, സായിബാബ മഠം അതുപോലെയല്ല. ഹൈന്ദവ പ്രസ്ഥാനമല്ല. നമ്മുടേന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുരു കൊണ്ടുവന്നതെന്ന് വെച്ചൊരു ആശയം വളർത്തി കൊണ്ടുവന്നൊരു പരമ്പരയിൽ വെത്ത് പായേക്കണേ. അതെന്ന് പറഞ്ഞാൽ പടന്ന് പന്തലിക്കാൻ വേണ്ടിയാണ്. അപ്പോഴെന്നോ 2 കൂട്ടർ, എൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ 2 കൂട്ടർക്കും തെറ്റുപറ്റിപ്പോയി. ആശ്രമ പഠനാധികാരികൾക്കും തെറ്റുപറ്റിപ്പോയി, വിശ്വാസികൾക്കും തെറ്റുപറ്റിപ്പോയി. കാരണം ഗുരു വിവാഹനം ചെയ്യുന്ന ആശ്രമവും മാറി, ഇത് ഞങ്ങളുടെ വസ്തുവാണ്, ഞങ്ങളുടെ സ്വത്താണ്, നിങ്ങളൊക്കെ വെറും ഇതാണെന്ന് പറഞ്ഞ ഒരു ഇതും ഇവരത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് പിന്മാറുന്നതും തെറ്റാണ്. രണ്ടും തെറ്റാണ്. രണ്ടിനെ ന്യായീകരിക്കാൻ പറ്റൂല. കാരണം ഗുരു കൊണ്ടുവന്നതെന്ന് വെച്ചാൽ സ്ഥാപനം വളർത്തും, അല്ല പിന്നെ ആശ്രമം വളർത്താൻ വേണ്ടിയല്ല, പരമ്പരയാണ് ഗുരു നോക്കിയത്. അതിന് ആശ്രമം ഒന്നും വേണ്ട. പിന്നെ ആ ആശ്രമത്തിൽ പരമ്പരയിൽ നിൽക്കുന്ന വിശ്വാസികൾക്ക് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടായിരിക്കാൻ വേണ്ടിയാണ് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട്. ആ സ്ഥാപനങ്ങളുടെ ഗതികൾ പോലും താഴത്തേക്ക് പോയി. അതെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നതിൽ നമുക്കൊന്നും ഉത്തരം വിട്ടുപോകും. ആണോ? ആശ്രമം ഉണ്ടാക്കാനാണ് ഗുരു പ്രസ്ഥാനം തുടങ്ങി? പറയാമോ നിനക്ക്? ഗുരു കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 7 തലമുറ കഴിയുമ്പോൾ ഇതൊരു പ്യൂരിറ്റി കിട്ടി നല്ലൊരു പ്രസ്ഥാനമായി മാറണം, നല്ലൊരു പരമ്പര ഉണ്ടാകണം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ 2 കൂട്ടരും ഡൈവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞു. ഇത് ഇന്നെന്ന് പറഞ്ഞാൽ അല്ലേ, എങ്ങനെ പ്രസ്ഥാനം വളരുക മീൻസ് എന്ന് പറഞ്ഞാൽ പരമ്പര വളരുക, വിശ്വാസികൾ വരിക, ഗുരുവിന്റെ ആശയം പ്രചരിപ്പിക്കുക, അതൊക്കെയാണ് പ്രസ്ഥാനം വളരുന്നത്. അതിനുള്ള വെള്ളവും വളവും കൊടുക്കും. ഇന്നിപ്പോ വരുന്ന പരമ്പര എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവര് അല്ല, അവര് കണ്ടു പഠിക്കുക അല്ല, ഞാൻ പറഞ്ഞുതരാം. അവര് കണ്ടു പഠിക്കണെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഗുരുവിന്റെ ഒപ്പം നിന്ന ആൾക്കാരെയാണ് അവർ കാണുന്നത്. ഇന്ന് അവര് ഗുരുവിന്റെ ഒപ്പം നിന്ന ഇവിടെ വാടാ, ആ പുല്ലുള്ളിടത്തൊന്നും പോണ്ട, പാമ്പുണ്ടാവും അവിടെ. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, വർഷങ്ങളോട് ഇവിടെ നിന്ന് പിന്നെ ഒരു യൂണിറ്റിൽ കർമ്മം ചെയ്ത് ഗുരുവിൻ്റെ ഒപ്പം നിന്ന ആൾക്കാരോട് ഇന്ന് പുറത്തുനിന്ന് വന്നൊരു വിശ്വാസം ചോദിക്കും, ഞാൻ നാളെ മതി, അവൻ ചിലപ്പോൾ കോടീശ്വരനായി, ഞാൻ നാളെ മുതൽ അതൊക്കെ വിട്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ പറയണ ഡയലോഗ് എന്തായിരിക്കും എന്നറിയാം? മണ്ടത്തരം കാണിക്കല്ലേ. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഇപ്പോൾ കിട്ടുന്ന വില പോലും നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങളിവിടെ നിന്ന് തെണ്ടിയായി പോയിട്ട് പിന്നെ നാളെ ആരും നോക്കാനുണ്ടാവില്ല എന്നുള്ള വാക്കായിരിക്കും പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ ഹലോ പോലെ ശരി 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 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ പലരോടും സംസാരിച്ച് ഇപ്പം പലരും പറയുന്ന വെച്ചാൽ ഈ തുറന്ന് പറയാൻ എല്ലാവർക്കും മടിയുണ്ട്. പിന്നെ നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണെന്ന് അറിയാമല്ലോ. ആൾക്കാരെ മനോഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പണ്ട് മുതൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ പിന്നെ പുതിയ ആൾക്കാരെ കാര്യം പറയണം, ഇത് കേൾക്കണവൻ പണ്ട്
ഞാൻ ഇത്ര വർഷമായിട്ട് ഇവിടെ വന്നിരിക്കണേ, ഞാൻ ഇന്ന സെറ്റപ്പിലാണ് ഇവിടെ വന്നത്, എനിക്ക് ഇന്ന് ഒന്നുമില്ല, ഞാൻ ഇന്ന പോലെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചിന്തിക്കൂലേ? ഈ ഇവിടെ വന്നിട്ട് നേട്ടം ഉണ്ടാക്കിയവൻ മിണ്ടൂല, കോട്ടം ഉണ്ടാക്കിയവനെ പറയുള്ളൂ. കോട്ട സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പുണ്ടാ, അതാ പറയാൻ പറ്റുമോ? ഇപ്പം നിനക്കൊരിത് വന്നു കഴിയുമ്പോൾ നീ പറയുമോ നിന്റെ കയ്യിൽ പോണ്ടെന്ന് പറയും? ഞാൻ നമുക്ക് കോട്ടം ഉണ്ടായാലും നേട്ടം ഉണ്ടായാലും നമ്മളൊന്നും പറയാറില്ലല്ലോ. ഏത് നമുക്ക് കോട്ടങ്ങൾ ഇഷ്ടം പോലെ എടാ, ഞാൻ അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആശ്രമങ്ങളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരാൻ മടിക്കുന്നത്. കാരണം വെച്ചാൽ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്നു, അന്നദാനത്തിന് എന്തെങ്കിലും സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി എഴുതുന്നു, അല്ല പറഞ്ഞേ പുഷ്പാഞ്ജലി എഴുതുന്നു, പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മൾ പോകുന്നു. അതാണ് ഇപ്പോഴത്തെ ഇത്. പണ്ടെന്ന് പറഞ്ഞാലല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എന്തെങ്കിലും അവനെ കൊണ്ട് കർമ്മം ചെയ്യിച്ച്, അവനെ കൊണ്ട് പിന്നെ ഭക്ഷണം കഴിപ്പിച്ച്, ആരാധന കൂടിപ്പിച്ച്, എന്നിട്ടൊക്കെ ബാക്കി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുള്ളൂ. ഇന്ന് ആശ്രമത്തിന് ഇഷ്ടം എന്താണെന്നറിയോ? ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള ഫുഡ് കൊടുക്കണം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടതുകൊണ്ട് പറയണേ, ജ്യോതിപ്രകാശ് സ്വാമി എന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയണത്. മീറ്റിങ്ങിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള ഫുഡ്, അയാൾ കൈ കഴുകുന്ന വെള്ളം, അയാൾ കുടിക്കുന്ന വെള്ളം, അയാൾ ടോയ്ലറ്റിൽ പോയതിനുള്ള വെള്ളം, എത്ര ലിറ്റർ വെള്ളം ചെലവും റിയൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. പക്ഷേ ഇവിടെ പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്ന സമയത്ത്, ഗുരു അരി മേടിക്കാൻ പൈസ ഇല്ലായിരുന്ന സമയത്ത് ഭക്ഷണം കൊടുത്ത് കണക്ക് വെച്ച് നോക്കും. എന്നിട്ട് രാജകീയമായ നമ്മൾ അതിനൊക്കെ കണക്ക് പറയണം. വേറെ കാര്യമുണ്ട്, അന്ന് ആളെണ്ണം ഇത്രയും കാര്യങ്ങളില്ല, ഇന്ന് അതിന് കൂടുതൽ ആള് വരുന്നുണ്ട്, അത്രയും വരുമാനം പ്രസ്ഥാനത്തുണ്ടോ അന്ന്. എന്നുവെച്ചാൽ ഒരു 20 കൊല്ലം മുമ്പ്, 25 കൊല്ലം മുമ്പ് ഒരു കാസറ്റ് ഞാൻ കേട്ട്. അന്ന് 25-30 കൊല്ലമായെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഒത്തിരി അല്ല പറയണേക്ക് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ജനസേവ സ്വാമി പ്രസംഗിക്കുന്നുണ്ട് ഒരു ഇതിന്. നമ്മുടെ ഗുരുവിന് 2 ലക്ഷം രൂപ കടമുണ്ടെന്നാണ് പറയുന്നത്. അല്ല 2 ലക്ഷം രൂപ കടമുണ്ടെന്ന്. ഇന്നെന്താണ് 1600 കോടി ആസ്തി ഉണ്ട് ആശ്രമത്തിന്. ആസ്തി ഉണ്ടെന്നും പറഞ്ഞു ഇപ്പൊ അത് വിറ്റ് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ആര് ഏത്? എടാ, അന്നദാനം കൊടുക്കുമ്പോൾ അതിന് കണക്ക് പറയാതെ മര്യാദ കൊടുത്തെങ്കിലുണ്ടല്ലോ. ഗുരു പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തനും ഭക്ഷണം, ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ കഴിക്കാനിരിക്കാൻ ഒരുത്തൻ വന്ന് കയറി, നമ്മൾ ചിലപ്പോൾ 5 പേർക്കുള്ള ഭക്ഷണം കരുതിയിട്ടുണ്ടാവുള്ളൂ. അവനെ നോക്കിയിരുത്തിട്ട് നമ്മൾ കഴിക്കുമോ? ഉള്ളത് ഷെയർ ചെയ്യുമോ? അല്ലാതെ അവനാട് നീ പോയിട്ട് വീട്ടിൽ കഴിച്ചിട്ട് കേട്ടാ ഞങ്ങളിവിടെ കഴിക്കാൻ ഇറങ്ങി പോടാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയത്തില്ലെന്ന്. പക്ഷേ പിന്നെ അവൻ പോയി കഴിയുമ്പോഴത്തേക്ക് അവന് കൊടുത്ത് തിന്നായിരുന്നു. അല്ല പറയണേക്ക് നമ്മൾ അവന് ഭക്ഷണവും കൊടുത്തിട്ട് അവന് നല്ല വാക്കൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ഇവിടെ അവൻ പോയി കഴിയുമ്പോൾ പറയണേ ചാവൻ കയറി വന്നേക്കണം, നമ്മൾ മര്യാദക്ക് ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ കൊടുത്ത അന്നത്തിന് ഗുണത്തെ കളറെ നിനക്ക് ദോഷം വരുള്ളൂ. ഇല്ലേ? ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ പുള്ളി അല്ല ഞാൻ അപ്പൊ കരുതിയെന്താണെന്നറിയോ? ഈ ജ്യോതിപ്രകാശ് സ്വാമി വന്നതെന്ന് പറഞ്ഞാൽ ഗുരു ശരീരത്തോട് ഇല്ലാത്ത സമയത്ത്, എന്ന് വെച്ചാൽ ഭൗതികമായിട്ട് ഒരു ശരീരം വിട്ടു കഴിഞ്ഞിട്ടാണ് വന്നത്. പുള്ളി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളി കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ 10 മനുഷ്യർക്ക് വെള്ളം ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അന്നം കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആ 20 പേർക്ക് കൊടുക്കാനുള്ളത് വരും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 പേർക്ക് ഉണ്ടാക്കിയാലേ നമ്മൾ നല്ല മനസ്സോടുകൂടി 20 പേർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും ആ ഭക്ഷണം. മനസ്സിലായോ? 10 പേർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ ഗുരു അതിനുള്ള ഉദാഹരണങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഒരമ്മ ഭക്ഷണം ഇടാനൊക്കെ കുറച്ചരിയുള്ളൂ, ഇഷ്ടംപോലെ അംഗസംഖ്യയുണ്ട്. ആ അമ്മ പ്രാർത്ഥിച്ചിട്ട് ഇട്ടിട്ട് വെച്ചിട്ട് ആ കലത്തിൽ നിന്ന് എല്ലാവർക്കും വയറ് നിറഞ്ഞിട്ടും ബാലൻസ് ചോറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ അമ്മ തന്നെ ഒരു ദിവസം ആരോ വന്നപ്പോഴത്തേക്ക് ഇനിയും വെക്കണമല്ലാന്നും പറഞ്ഞ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇട്ട് പോലും തികഞ്ഞില്ലെന്ന്. രണ്ടും സംഭവിച്ചെന്താണ്? മാനസികാവസ്ഥയുടെ മാറ്റം കൊണ്ടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒരുത്തം വന്നു കഴിയുമ്പോൾ ഒരു വണ്ടി ആൾ വന്നു വലിയ ഇമാർക്ക് എങ്ങനെ തീറ്റി പറ്റും? ഇതൊന്നും നമ്മളുണ്ടാക്കിയ സാധനമല്ല. ആണോ? നമ്മൾ അടുക്കളയുടെ ചുമതല അല്ല. ഇപ്പം ഞാൻ അടുക്കളയുടെ ചുമതല നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ആ ടെൻഷൻ ഞാൻ ഇതേപോലുള്ള കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാമോ? സംഭവം ഗതികേടിലേക്ക് പോകുള്ളൂ, ഒരിക്കലും നന്നാവൂല. അവനിപ്പോൾ ഒരിത്തിരി ഇപ്പം നമ്മൾ ഒരു പിടി ചോറ് കൊടുത്താലും അവന് വയറ് നിറയും. എങ്ങനെ? പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് അവന് ഇതിനെ ട്രീറ്റ് ചെയ്താൽ ഒരു പിടി ചോറ് കൊടുത്താലും മതി.
നമ്മൾ അവനെ ചീത്തയും പറഞ്ഞിട്ട് ഒരു കുന്ന് ചോറ് കൊടുത്തിട്ട് കാര്യമില്ല. ഉണ്ടോ? അവന് ചിലപ്പോൾ വയറ്റിൽ വല്ല വേറെ എന്താ അസുഖം പിടിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഭാവങ്ങൾക്ക് മാറ്റം വരുമ്പോൾ ആൾക്കാരും മാറും. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരുടെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മളവിടെ വരുന്നു, നമ്മൾ ജെന്നിനെ കാണുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, പറ്റൂലേ? നമ്മൾ വേറെ സ്ഥലത്ത് പോക്കോളാം. ആര് പിന്നെന്തിനാ നമ്മൾ പറയണത്? ആൾ വരുന്നില്ല നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. ഏത് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് നോക്കുന്നു ആൾക്കാർ പോണേ? ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ ആശ്രമത്തിൽ വരുന്നില്ലല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പൗർണമിക്ക് വരണ്ട. ഞാൻ പൗർണമിക്ക് വന്നാൽ നിങ്ങൾക്ക് ദീപം തരൂല, ഒന്നും തരൂല. ഇറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി പറഞ്ഞ് നേരെ അവർ നേരെ പോകും. ഇവിടെ ഒരു വേറെ വഴി നോക്കും. എങ്ങനെ ഗുരുവിനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഗുരുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? എന്താണ്? അങ്ങനെ ഒരു അനുഭവത്തിലൂടെ വന്നിട്ടുള്ള അല്ല, ഗുരുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ കാണുന്നുണ്ടാവും. ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി നന്മയുടെ ഭാഗത്ത് എത്തിക്കുക. അത് തന്നെയല്ല, അതിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് സഹിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ആണല്ലോ. അത് ജീവന അല്ലെങ്കിൽ സ്വത്ത മറ്റുള്ള ഒന്നും നോക്കരുത്. ഇന്നത്തെ ആരും എത്ര പേരുണ്ട്? എത്ര ഉണ്ടെന്ന് പറയാമോ? അങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ വാക്കും പറഞ്ഞ് വന്നവനോട് പറയുന്നത് ഞാൻ എല്ലാം വിട്ടിട്ട് ഒരു മാസം ഇപ്പം ഈ പ്രവർത്തനത്തിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വരായിരുന്നു. പക്ഷെ എൻ്റെ അമ്മക്ക് സൂലടങ്ങിന്നോടെ എൻ്റെ പെണ്ണുമ്പളക്ക് കൂട്ടാരുമില്ല. അയ്യോ കൊച്ചി ചെറുതാണ്, അല്ല എൻ്റെ ബിസിനസ് പോവും. നീ ചോദിച്ചു നോക്കി ഒരാളാണ് നിന്നോട് പറയാം, നീ വരുമോ? കണ്ട അവനാണ് നിന്നിട്ട് പറയണത്. കട പൂട്ടിയിട്ട് ഒരു മാസം കട പൂട്ടിയിട്ട് നീ ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം പൈസ നിനക്ക് തന്നേക്കാം. ഒരു മാസം കഴിഞ്ഞ് വന്നാലും കട നിനക്ക് പിന്നെ നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ, കട നിനക്ക് പൂർവ്വം ശക്തിയായിട്ട് തുറക്കാൻ പറ്റും, ആൾക്കാർ വന്ന് മേടിച്ചോളൂ എന്ന് പറയുകയാണെന്ന് വെച്ചോ, പൂട്ടിയിടോ? അങ്ങനെ ഒരു മാസമൊന്നുമില്ല. നിന്നോടിപ്പോ ഞാൻ പറഞ്ഞ മറുപടി വന്നാ പറഞ്ഞ ഒരു മാസത്തെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഒരു മാസമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആശ്രമത്തിന് വേണ്ടി കർമ്മം ചെയ്ത് ത്യാഗപ്പെടും. അതാണ് എന്റെ ചോദ്യം. അത് പറയേണ്ടവർ പറഞ്ഞാൽ ഞാൻ പോകും. ആര് പറയേണ്ടവര്? ഒരാൾ വാക്ക് മാറരുത്. ഇല്ല, ഒരു മാസം അടച്ചിട്ടിരുന്ന ഞാൻ തീർച്ചയായിട്ടും പോകും. ആദ്യം പറഞ്ഞത് അതിപ്പോ ഒരു സന്യാസി വന്നിട്ട് എന്റെ അടുത്ത് നീ ഒരു മാസം അടച്ചിട്ടിട്ട് നീ എന്റെ കൂടെ അല്ല അതെന്താണ് അവര് ഗുരുവിന്റെ പ്രതിപുരുഷന്മാരല്ലേ? അത് പറഞ്ഞിട്ട് കാര്യം അങ്ങനെ നീ പോകാൻ പറ്റത്തില്ല. അവരിപ്പോ ഇതെല്ലാം പറയുന്നു, അവരെല്ലാം കാര്യങ്ങൾ പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന് നമ്മൾ ഇത് ചെയ്യേണ്ടത്. നമ്മൾ എങ്കിൽ പിന്നെ അവരോട് ഒന്ന് ചോദിച്ചിട്ട് അങ്ങ് പോയാൽ മതിയല്ല. ആ കൊച്ചിനെ നൂല് കിട്ടണമെന്ന് അല്ലെങ്കിൽ കല്യാണത്തെ ഡേറ്റ് അവരോട് ചോദിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന എന്തോ ആൾക്കാരുണ്ടെന്ന് നിനക്കറിയാൻ പാടില്ല. അതൊക്കെ ഉണ്ടാവും പരമ്പരയിൽ. നേരത്തെ കണ്ടില്ലേ, സ്വന്തമായിട്ട് ആശ്രമം കെട്ടി പൂജയും കാര്യങ്ങളും കണ്ടുവരും അവിടെയൊക്കെ നടത്തിയിട്ടില്ലേ ആൾക്കാർ? അത് പലരും ഉണ്ടാവുമല്ലോ. അല്ല, അത് കൂടാതെ നമ്മളെ പരമ്പരയുണ്ടല്ലോ. നമ്മുടെ പരമ്പര അത് അവര് വിട്ടു നിന്നിട്ടല്ലേ ചെയ്യുന്നത്? എന്തെന്ന്? അല്ലല്ല ഗുരീച്ചേ അച്ഛനല്ലത്, ഇത് മൊറാക്ക്. അറിയാമോ? വരട്ടെ പേര് പഠിപ്പിച്ചു കൊടുക്കണ്ട. അതൊക്കെ വിട്ടു നിൽക്കുന്ന ആൾക്കാർ. നമ്മുടെ എന്തോരം ആൾക്കാരുണ്ട് കാല് തൊട്ട് ഒഴിപ്പിക്കുന്ന ബ്രഹ്മേരികളുണ്ടെന്ന് നിനക്കറിയോ? അറിയോ? അറിവില്ലേ? കാരണം വെച്ചാൽ കാല് തൊട്ട് തൊഴുന്നുള്ള അതിന് ദോഷം പോലും അറിയാൻ മേലാത്തവരാണ് അവർ. ഇപ്പം ഞാൻ നിന്റെ കാല് തൊട്ട് തൊഴുതാൽ എന്താ സംഭവിക്കണം? എന്ത് സംഭവിക്കും? ഭൗതികപരമായിട്ട് നിന്റെ കാല് പിടിച്ച്, ആത്മീയപരമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയാം? അല്ലല്ല, എന്റെ പാവങ്ങൾ നീ ഏറ്റെടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ അതിൽ കൂടുതലുള്ളത്. ഞാനൊരു പാവിയാണെങ്കിൽ നിന്റെ കാല് പിടിച്ചാണ്ടല്ല, എൻ്റെ മൊത്തം നിന്നെ അതിലോട്ട് അങ്ങോട്ട് കയറും. പക്ഷെ അതുപോലും മനസ്സിലാക്കും. ഗുരു പറഞ്ഞു തന്നെ, ഗുരു പിന്നെ എന്തുകൊണ്ടാണ് പാദനമസ്കാരം ചെയ്യിപ്പിക്കുന്നതെന്നറിയോ? എന്തുകൊണ്ടാണ്? നമ്മളിലുള്ള തിന്മ ഗുരു ഏറ്റെടുത്തിട്ട് നന്മ ഗുരുവിന് നമുക്ക് തരുന്ന ഒരു പ്രക്രിയയാണ് ഈ പാദനമസ്കാരം എന്ന് പറയുന്നത്. ആണല്ലേ? നമ്മുടെ കാല് വേറൊരുത്തനെ കൊണ്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പുണ്യം അറിഞ്ഞിരിക്കുന്ന ഒരുത്തനാണെങ്കിൽ നമ്മുടെ പുണ്യം അവനിലേക്ക് പോയിട്ട് അവൻ്റെ പാവം നമ്മളിലേക്ക് കയറും. ദുർവാസാവിൻ്റെ അവസ്ഥയായി പോകും. ദുർവാസാവ് മഹർഷി നമ്മൾ ചെയ്യണത് വേറെ പാഴായി പോകും. അങ്ങനെ അതിൻ്റെ ഇതുപോലും അറിയാതെ ഭൗതികപരമായിട്ട് നോക്കുമ്പോൾ എന്താണ്, നീ എൻ്റെ കാല് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കാല് പിടിക്കുമ്പോൾ നീ വലിയ ആളായി, ഞാനാ നിൻ്റെ കാല് പിടിക്കുമ്പോൾ നീ വലിയ ആളായി അല്ലേ? കാല് പിടിപ്പിക്കുക എന്ന് പറയും. പക്ഷെ ആത്മീയപരമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനൊരു വശമുണ്ട്.
അറിയാതെ ആരെങ്കിലും നമ്മുടെ കാല് ഇങ്ങനെ തൊട്ടൊഴുകി അല്ലെങ്കിൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ തൊട്ടൊഴുകില്ലേ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവിനെ സങ്കല്പിച്ച് ഗുരുവിൻ്റെ പാദ നമസ്കാരം ചെയ്യണമെന്നുള്ളതാണ്. അതിൻ്റെ ഇത് മാറിപ്പോണേ, കാരണം നമ്മളറിയാതെ ആക്കുന്നതാണ്. അത് വേറെ കാര്യം എന്ന് പറഞ്ഞാലേ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവർ ആയിരിക്കും നമുക്കൊരു ബഹുമാനം ഇല്ലാത്തത്. ഇപ്പൊ ഞാൻ അല്ല, ഇങ്ങനെ കാണിച്ചാൽ മതി. ശരി, കാരണം ഇപ്പൊ ഞാൻ ചവിട്ടിയെന്ന് വെച്ചു, ചവിട്ടി കഴിയുമ്പോ ഇങ്ങനെ തൊട്ട് തൊഴേണ്ട കാര്യമില്ല. നമ്മൾ അതുപോലെ ചെയ്യാതെ പോകുമ്പോൾ അവനായിരിക്കും ആള് ഭയങ്കര സാധനമാണ്. അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ അറിയാതെ ചവിട്ടിപ്പോയി പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെ അവൻ വിചാരിക്കും നമ്മൾ വലിയ അവന്റെ കാലും ചവിട്ടിയിട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയത്. ശരി. എൻ്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇത് ഈ ഇന്നത്തെ ആശ്രമത്തിൻ്റെ സെറ്റപ്പിൽ ആരെയും വേണ്ട. അങ്ങനെ പരമ്പരയായിട്ടേ ചോദ്യമൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്തോണം, നമ്മൾ പറയും. അല്ലാത്തവരൊക്കെ വിട്ടുവെക്കോ. അതിപ്പോൾ ചെറുതായാലും കൊള്ളാം, വലുതായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ വിശ്വാസികൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് വരിക, ചോദിക്കുക, കാര്യങ്ങൾ നടത്തുക, പോവുക. അവരായി അവരെ പാടായി, നമ്മളെ കൊണ്ട് പാടുള്ള ചെയ്യുക. ആ ഒരു കടപ്പാടുണ്ടല്ലോ ആശ്രമത്തിനോട്. അങ്ങനൊന്നും പണ്ട് കാര്യമൊന്നുമില്ല. കടപ്പാടും സ്നേഹവും ഉള്ള ആൾക്കാരൊന്നും അല്ല ഇപ്പം. ഇവിടെ കടപ്പാട് സ്നേഹവും പോലും കടപ്പാട് സ്നേഹം ഉണ്ടെന്ന്, ഗുരുവിനോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ഗുരുവിനോട് സ്നേഹമില്ല പ്രവർത്തിക്കുന്നത്. അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രം അവരോരോ. അതിൽ ഞാനും നീയും വ്യത്യസ്തനാണ് പറയുന്നേക്ക്. ഞാനിപ്പം ഞാൻ ചോദിക്കണ കാര്യം, ഞാനും നീയും വ്യത്യസ്തനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടൂല. അപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളും ചിന്തിക്കും. എങ്ങനെ ഞാൻ പറയട്ടെ, ചിന്തിക്കുമെന്ന് പറഞ്ഞാൽ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ മറ്റുള്ളവർ പോലെ ഇത് കൊടി പിടിക്കുമെന്നല്ല. പിന്നെ ചിലപ്പോൾ പിടിച്ചാലും പിടിക്കാതിരിക്കാം, അത് വേറെ കാര്യം. മാനസികാവസ്ഥ പോലെ ഇരിക്കില്ലല്ലോ. കാരണം നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യണ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും. പക്ഷേ നമ്മൾ പ്രതികരിച്ചു കഴിയുമ്പോഴത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഇതായി പോകും. ഈവൻ മാനസികമായിട്ട് നമ്മൾ വേറൊരു തലത്തിലേക്ക് അങ്ങനെ വരുമ്പോൾ വേറെ കാര്യം ചിന്തിക്കണം. നമ്മൾ വേറെ കാര്യം ചിന്തിക്കണം. നമ്മൾ ഇപ്പം കൊടി പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് പേരുദോഷം ആർക്കാണ്? രണ്ടു കൂട്ടർക്കും. എന്റെ മാനസികാവസ്ഥ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ അല്ലല്ല, ഗുരുവിന്റെ ഒരു ഇത് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും പിന്നെ പരസ്പര പൂരകങ്ങളാണ്. ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽ നമ്മൾ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചോദിക്കട്ടെ, വിമർശിക്കണില്ല, ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് കാര്യം ചോദിക്കട്ടെ. അല്ല, ഗുരു കൊണ്ടുവന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൽപ്പാന്തം വരെയുള്ള നോക്കുന്നത് എന്താ പറയുക, സന്യാസിയും ഗൃഹസ്ഥാശ്രമിയും ചേർന്ന് പരമ്പര നയിക്കണമെന്നുള്ളതാണ്. സന്യാസിയും ഗൃഹസ്ഥാശ്രമിയും ഒരു ഏകാധിപത്യ ഇതും വരാൻ പാടില്ല. ഒരു സന്യാസിക്ക് തെറ്റ് പറ്റിയാൽ ഗൃഹസ്ഥാശ്രമി മാന്യമായിട്ട് ചോദ്യം ചെയ്യാം. ഒരു ഗൃഹസ്ഥാശ്രമി തെറ്റ് പറ്റിയാൽ സന്യാസിക്ക് ചോദ്യം ചെയ്യാം. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇന്ന് നിനക്ക് ഒരു സന്യാസിയുടെ ഒരു കാര്യത്തിന് ഇന്ന് ചോദ്യം ചെയ്താൽ നീ നാളെ പരമ്പര ഉണ്ടാവില്ല. തിരിച്ചും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. ബലം പോലെ ഇരിക്കും അവനവൻ്റെ. അത് സാമ്പത്തികമാകാം, രാഷ്ട്രീയപരമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം. എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഇതിൻ്റെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസിമാരുടെ ഗുരുധർമ്മ പ്രകാശ സഭയുടെ മാത്രമാണ്. ഗൃഹസ്ഥനയിൽ റോഡില്ല. അറിയത്തില്ല. കൂടുതൽ ആധികാരികമൊന്നും പറയണ്ട. അവിടെ ചെന്നിട്ട് നീ അവകാശവും ഒന്നും പറയണ്ട. പറയണേക്ക്. പക്ഷേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവിൻ്റെ എന്തെന്നാ പറയണേ, ഒരു ഒരു വലിയൊരു ഇതാണ് അത് പൊളിച്ചു കളഞ്ഞത്. അത് പൊളിച്ചപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നിന്ന ആൾക്കാരെ മാനസികാവസ്ഥ കൂടി പൊളിച്ചു കളഞ്ഞു. എന്നും പറഞ്ഞ ആൾക്കാരെല്ലാം നല്ലവരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർ ചെയ്തൊരു കർമ്മം ഉണ്ടല്ലോ. ഇപ്പോൾ ബംഗാരപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നുമില്ലായിരുന്ന സമയത്ത് അവരച്ഛനൊക്കെ വന്ന് ഇവിടെ നിന്ന് പുള്ളി നല്ല ആളായതുകൊണ്ട് ഞാൻ പറയണില്ല, നല്ലൊരു വശം മാത്രമാണ് ഞാൻ പറയുന്ന വശം മാത്രം എടുത്താൽ മതി, അല്ലാതെ ആ വ്യക്തിനെ എടുക്കരുത്. പച്ച വിറക് കീറി
പച്ചവറയില്ലേ, വലിയ മുട്ടി കീറി അടപ്പിൽ ഊതി കത്തിച്ച് കഞ്ഞി വെച്ച് കൊടുത്തൊരു വ്യക്തിയാണ്. അവൻ്റെ കർമ്മശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ചെയ്യണത്. അല്ലാതെ മറ്റുള്ളവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനല്ല. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്താൽ എനിക്ക് ദൈവത്തിൽ നിന്ന് ഇന്നത് കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് അല്ലേ. ഇന്ന് ഒരു കുഞ്ഞു ജീവില്ല. ഉണക്ക പറകിട്ട് കൊടുത്തിട്ട് ഹോണ്ടറിനെ ഒരു ദിവസം വീണില്ലെങ്കിൽ താമസിച്ച വീണെങ്കിൽ ഇന്ന് ചെയ്യും അറിയില്ല. അന്ന് ഹോണ്ടറെ കിട്ടുമോ, നാളെ ഭാവി എന്താണ്. പക്ഷെ ഒരു വിശ്വാസമുണ്ട്, എവിടെ പോയാലും ഗുരു രക്ഷിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി, പുള്ളി പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഗുരു കൊടുത്തൊരു എന്താണ് ഒരു പുള്ളിയില്ലേ പിഴിപീര വെച്ചൊരു കറി വെച്ച് കൊടുത്താലും എന്ന് വെച്ചാൽ നമ്മൾ ചണ്ടിയായിട്ട് കാണാൻ പിഴിഞ്ഞ പീരയില്ല, പീര കടുക് പൊട്ടിച്ച് കൊടുത്താലും അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഇല്ലെന്ന് പറയാമോ അങ്ങനെ? പറയാവോ പറയാ നീ പറയാവോ? എന്ത് അല്ല അങ്ങനെ എന്ന് വെച്ചാൽ അത് പുള്ളിയുടെ ഇതെല്ലാം മഹത്വമല്ല. അത് ഗുരു നിന്ന് പഠിപ്പിച്ചു കൊടുത്താണ് പുള്ളിക്ക് പാചകം ചെയ്യാനും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഗുരു കൊടുത്തൊരു അംഗീകാരമാണ്. അതുകൊണ്ട് പുള്ളിനെ ഒരിടത്തും തോപ്പിക്കാൻ പറ്റില്ല. അവിടെ ഓടക്കിരി കേട് മാറിക്കേ. നിങ്ങളെന്തോ അവിടെ തന്നെ പോയി കളിക്കണ? അപ്പൊ ഇല്ലൊന്നും ഇല്ലാത്തടത്ത് കളിക്കേ. പക്ഷെ അതെന്തുകൊണ്ട് എന്ത് പറ്റി? പുള്ളി പോകേണ്ട സിറ്റുവേഷൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ വായിൽ നിന്ന് വീണതും പോലെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിപ്പോയി. അതുകൊണ്ട് പുള്ളി പോകേണ്ട സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ പോയിട്ടും ഇന്നുവരെയും പുറത്തൊരു കണക്ഷൻ ഇല്ലാത്ത പുള്ളിയാണത്. ചെറുപ്പത്തിൽ ഇവിടെ വന്ന് വീണ്ടും പ്രായമായി വലിയ പിള്ളേരെ സത്യമാണ്. അതെന്തുകൊണ്ടാണ്? അത് കൈപുണ്യം ഗുരുവിന്റെ അന്നത്തെ കഷ്ടപ്പാടിന്റെയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. കൈ എന്തുവാ? ഹലോ സാറേ, ഹലോ, വെഞ്ഞാറം കൂടെ വരുമോ? സമയം എന്താ രാവിലെ? നമ്മളിപ്പോ വരാം. ഇപ്പൊ ഒരു 15 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. അല്ല പിന്നെ അവിടെ ഒരു സ്ഥലമുണ്ട്, മറ്റേ ചേട്ടനുണ്ട്, പ്രദീപ് പുള്ളിയുടെ സ്ഥലത്താണ്. ഒരു 3:30 ആകുമ്പോൾ ഇറങ്ങാം. എന്തോ? ഇല്ല വിളിച്ചില്ല, ഞാൻ വിളിച്ചില്ല. വിളിക്കണേ ഉണ്ടോ? വിളിക്കാം. അല്ലെ സാറൊന്ന് വിളിക്കോ? ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എടുത്തില്ലെങ്കിലേ സാറൊന്ന് വിളിക്കോ? ശരി അവിടെ വന്നാൽ മതി. അങ്ങോട്ട് സ്ഥലം പറഞ്ഞുതരാം. എന്താ? എനിക്കും അറിഞ്ഞൂടാ, സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ. ഞാനേ ശരി ഒരു സ്ഥലം ഒരു പാർട്ടിനെ കാണിക്കും. റിയൽ എസ്റ്റേറ്റ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് നോക്കാം, ശ്രമിച്ചു നോക്കാം. പിന്നെ വേറൊരു പക്ഷേ നല്ലൊരു പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എറണാകുളത്തുള്ള. ഏതാ? അതേ പിള്ളേരായ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് CC ബൊളോറ നോക്കിയാലാണ് ഉള്ളതില്ലേ? ഇന്നോവ ഇച്ചിരി വേണ്ട, ലക്ഷറി അത്ര ഉള്ളതില്ലേ? സ്കോർപ്പിയോ അല്ലേ? ഇല്ലേ? ഇന്നോവ ചെറിയ മുടുക്ക സ്ഥലത്ത് കൂടെ ഒന്നും പോകാൻ പറ്റില്ല. സുഖമില്ലല്ലേ? ഇന്നോവ അല്ലെ പിന്നെ ഇതിന്റെ CC കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നോക്കിയിട്ട് ഇന്നോവ നോക്കണം. ഇത് കൊടുക്കാതെ തന്നെ ഇല്ല, പുതിയനും വില ഉണ്ട്. എന്നോട് ചോദിച്ചല്ലേ? ഞാൻ കൊടുക്കാനുണ്ട്. ഒരു മാന്യമായിട്ടുള്ള വില തരാന്ന് പറഞ്ഞു. പിന്നെ കൊടുത്തിട്ട് പിന്നെ ഞാൻ പിന്നെ ഇനി CC ഒന്നേ നടക്കണം. എനിക്ക് ഇതിൽ അടച്ചു തീർത്തിട്ട് വീട് വെക്കാനായിട്ട്. അത് കൊള്ളാം. അടവ് 12,000 രൂപ.
ഇന്നോവ എടുക്കും. ഇനിയാ അല്ല അത് വീട് വെച്ചിട്ടില്ല, വീട് നോക്കണം. വീടെന്ന് വെച്ചാൽ ചെറിയ വീട് വെക്കാനുള്ള